ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേവ് മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാലാ രൂപതയിലെ വിശുദ്ധ അന്തോനീസിന്റെ നാമധേയത്തിലുള്ള ഒരു ഇടവക ദേവാലയത്തിലാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പാതുവ സെന്റ് ആന്റണീസ് ദേവാലയത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഈ ദേവാലയം പുതുക്കി പണിയുകയും അതിന്റെ കൂദാശയുടെയും അതുപോലെ ഇടവക തിരുനാളിൻ്റെയൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ പുതുക്കി പണിത ദേവാലയത്തിനുള്ള മനോഹരമായ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോയിൽ. അപ്പം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക് കേട്ടോ. ഇരുപത്തി 1/2/1920 കൂദാശ ചെയ്യപ്പെട്ട പാതുവ പഴയ പള്ളിയുടെ മുഖഛായ അപ്പാടെ മാറ്റി എഴുതിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ വികാരിയായി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട തോമസ് ഓലായത്തിലച്ചൻ. ഈ കാണുന്നതാണ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം കൂദാശ ചെയ്യപ്പെട്ട വിശുദ്ധ അന്തോനീസിന്റെ നാമത്തിലുള്ള പാതുവ സെന്റ് ആന്റണീസ് ദേവാലയം. ഈ കാണുന്നത് പാതുവ സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ പള്ളിമുറിയും ഓഫീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിനോട് ചേർന്ന് ഈ വലതുവശത്ത് കാണുന്നത് ഒരു ചെറിയ പാരിഷ് ഹാളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം ചെറിയൊരു 100 പേരുടെയൊക്കെ നടത്താൻ പറ്റിയ ചെറിയൊരു പാരിഷ് ഹാളും വളരെ മനോഹരമായ രീതിയിൽ അവരവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പള്ളിയുടെ 4 വശവും നല്ല കല്ലൊക്കെ വിരിച്ച് ഇടയ്ക്കൂടെ നല്ല പച്ച പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല മനോഹരമായ രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതോട് ചേർന്ന് തന്നെ പള്ളിയുടെ ഇരുവശവും നല്ല മനോഹരമായ തെങ്ങുകളും പച്ച പുല്ലുകളും ചെറിയ ജാതി തൈകളും എല്ലാം വെച്ച് നല്ല മനോഹരമായ രീതിയിൽ കണ്ണിന് നല്ല കാഴ്ച നമുക്ക് സമ്മാനിക്കുന്ന രീതിയിൽ എല്ലാം ഇവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പാതുവ പഴയ പള്ളി ആണെന്ന് നമുക്ക് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വർക്കുകളും കാര്യങ്ങളും എല്ലാം നടത്തിയിരിക്കുന്നത്. മനോഹരമായ മണിമാളികയും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഇരട്ടി മധുരം നമുക്ക് സമ്മാനിക്കുന്ന കാഴ്ചകളാണ്. ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന വഴികളും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. പള്ളിയുടെ പുറകുവശം കാണുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഈ പടത്തിലൊക്കെ കാണുന്നത് പോലെ വിദേശ രാജ്യങ്ങളിലെ പള്ളികളുടെയൊക്കെ പുറകിൽ കാണുന്ന ഒരു ഭാഗം പോലെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തോന്നും. കാരണം മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം.
നമ്മളോട് ഇപ്പോഴുള്ളത് നമ്മുടെ പാതുവപ്പള്ളി വികാരിച്ചൻ ഫാദർ തോമസ് ഓലത്തിലേച്ചാണ് കേട്ടോ. അച്ഛോ, ഈശോ ശേഖരിക്കട്ടെ. നമസ്കാരം നമ്മുടെ ഈ ചാനലിലെ ചെറിയൊരു പ്രോഗ്രാമിലേക്ക്. അപ്പം വളരെ മനോഹരമായൊരു പള്ളി അച്ഛനിവിടെ പണിത് തീർത്തിരിക്കുകയാണ് അച്ഛൻ്റെ നേതൃത്വത്തിൽ അല്ലേ. അപ്പം അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് ഒന്ന് പറയാനുള്ളത്? ഒരു 103 വർഷം പഴക്കമുള്ളൊരു പള്ളിയത്. അതെ. അപ്പം 103 വർഷമായിട്ട് വളരെ പുരാതനമായിട്ടുള്ള ദേവാലയമാണല്ലോ. അതെ. ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ വരാൻ കാരണം ഈ പള്ളി സ്ഥാപിതമായതുകൊണ്ടാണ്. അന്തോണീസിൻ്റെ സ്ഥലം പാതുവാണ്. അതെ. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് പാതുവ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ് ലഭിച്ചൊരു പള്ളിയായിരുന്നു. അത് ശരി. അപ്പം നമുക്ക് പിന്നെ കാണാം ആ സൈഡിൽ വെച്ചിരിക്കുന്ന വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പാണ്. ഈ പള്ളി നവീകരണത്തോടും കുദാശയോടും അനുബന്ധിച്ച് ലഭിച്ചൊരു വലിയ സമ്മാനമാണ് അന്തോണീസിൻ്റെ വിശുദ്ധ തിരുശേഷിപ്പ്. അതും ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 11-ാം തീയതി അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. കുദാശയോട് ചേർന്ന് രാവിലെ വിശുദ്ധ കുർബാന മുതൽ രാത്രി ഒരു 7 മണി വരെ പള്ളി തുറന്നു കിടക്കുകയാണ്. ആൾക്കാർക്ക് വന്ന് വിശുദ്ധ അന്തോണീസിന്റെ തിരുസ്വരൂപത്തിന്റെ മുമ്പിൽ, തിരുശേഷിന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കും. പള്ളി നവീകരണത്തിന്റെ ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ ഇടവജനം തന്നെയാണ്. കാരണം ഇടദിവസം തന്നെ നിറഞ്ഞ് പള്ളിയാണ്. അതെ, ആൾക്കാരുണ്ട്. പള്ളി നിറയെ ആളാണ്. അതെ. അപ്പൊ നമുക്ക് പഴയ പള്ളി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. പഴയ പള്ളി കണ്ടിട്ടുണ്ട്. കോയര പാടിയിട്ടുണ്ടായിരിക്കും. അറിയാം. അപ്പം അതിൻ്റെ സൗകര്യങ്ങളും പരിമിതികളും എല്ലാം അറിയാം. പക്ഷെ പ്രത്യേകിച്ച് സൗകര്യങ്ങൾ അകത്ത് കൂടിയിട്ടില്ലെങ്കിലും എന്തൊക്കെയോ ഒരു പ്രത്യേകത വന്നു. തീർച്ചയായിട്ടും എന്ത് സൗകര്യങ്ങൾ കൂടിയിട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അത് നേരത്തെ പറഞ്ഞാൽ ഞാൻ ഒരുപാട് തവണ പഴയ പള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആകുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഇട കൂടിയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ഒരു പഴയ പള്ളി റിനോവേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് പൊളിച്ച്, അതായത് ഒരു വർഷം എല്ലാ വീട്ടിലും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഈ പള്ളി നിർമ്മാണത്തിനോടനുബന്ധിച്ച് ഒരു വർഷം. പള്ളി നിർമ്മാണം തുടങ്ങിയ സമയം തൊട്ട് തീരുന്ന അന്നു വരെ പള്ളിയിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു പ്രാർത്ഥിച്ച് ലഭിച്ച ഒരു വലിയ സമ്മാനമാണ് ഈ പള്ളി. അതെ. അപ്പോൾ ഇത്രയും മനോഹരമാകുമെന്ന് ഒരുപക്ഷെ ഇതിന് മുൻകൈ എടുത്ത അല്ലെങ്കിൽ നേതൃത്വം കൊടുത്ത എനിക്ക് പോലും സംശയമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. പിന്നെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഇത് ഒരു ദൈവഭവനമാണ്, ദൈവഭവനമായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു കൃപയുള്ള ഒരു ഭവനമായിട്ട് മാറുമെന്ന് എനിക്ക് നല്ലൊരു ബോധ്യം ഉണ്ടായിരുന്നു. കാരണം അതുപോലെ മനുഷ്യർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തൊരു ഭവനമായിരുന്നു. അത് ശരി. വെറുതെ ഒരു പള്ളി പണിയാമെന്നൊരു സാധാരണ തീരുമാനത്തിലൂടെ വന്നൊരു കാര്യമല്ല, പ്രാർത്ഥിച്ച് ഒരുങ്ങിയ തീരുമാനത്തിലൂടെ വന്നൊരു കാര്യമായതുകൊണ്ടാണ് ഇട കൂടിയിട്ടില്ലെങ്കിലും സൗകര്യം കൂടിയിട്ടില്ലെങ്കിലും ഭയങ്കര ഭംഗി തോന്നുകയും അല്ലെങ്കിൽ ആത്മീയത നമുക്ക് തോന്നുന്നതിന് കാരണം ആ ഒരു പ്രാർത്ഥനയുടെ പിൻബലം തന്നെയാണ്. തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് പള്ളി നവീകരിക്കപ്പെടണമെന്ന് ചിന്തിച്ചതെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പം ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ സൗകര്യങ്ങളുടെ പരിമിതി ഉണ്ടായിരുന്നു, സങ്കീർത്തി കുറവുണ്ടായിരുന്നു, പള്ളി നനയുന്നുണ്ടായിരുന്നു. കാരണം ഒത്തിരി വർഷം പഴക്കമുള്ളൊരു പള്ളിയായിരുന്നല്ലോ. നമ്മുടെ പഴയ കാർന്നവന്മാര് കല്ലുകൊണ്ട് പണിത ദേവാലയം. കല്ലുകൊണ്ട് ആ ഒരു കല്ല് പോലും എടുത്ത് കളയാതെയാണ് ഈ പള്ളി നവീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ പഴയ പോലെ ഫീൽ ചെയ്യുന്നേ ഇല്ല. അതായത് പണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇത്രയും വീതി ഉണ്ടായിരുന്നു പോലും നമുക്ക് ഒരു കല്ല് പോലും, ഒരു സിംഗിൾ പീസ് ഓഫ് സ്റ്റോൺ പോലും എടുത്തു കളയാതെയാണ് ഈ പള്ളി നവീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് ഇടവക്കാർക്കും എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അഭിമന്യ പിതാവും വളരെ കർശനമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, പള്ളി ഇത് മതി, കരിങ്കല്ലുകൊണ്ടല്ലേ? കരിങ്കല്ലുകൊണ്ടാണ്, മുഴുവൻ കരിങ്കല്ല. അത് നവീകരിക്കുക, ആവശ്യത്തിനനുസരിച്ച് നവീകരിക്കുക. അതുകൊണ്ട് നമ്മൾ രണ്ട് സൈഡിലോട്ടും എടുത്തിരിക്കുന്ന ഈ ഒരു വരാന്ത എന്ന് പറയുന്നത് അത് സൗകര്യത്തെക്കാളും കൂടുതൽ നമ്മുടെ സഭയുടെ ഒരു പാരമ്പര്യമാണ്. സഭയുടെ ഒരു പാരമ്പര്യമാണ് ഈ വരാന്ത. നമ്മൾ പണ്ട് ജെറുസലേം ദേവാലയത്തിന്റെ മാതൃക കാണുമ്പോഴും നമുക്കറിയാം അതിനൊരു ചുറ്റുവരാന്ത ഉണ്ടായിരുന്നു. അത് നേരിട്ട് നമ്മളാരും കണ്ടിട്ടില്ലെങ്കിലും അതിന്റെ അതിന്റെ ആ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനൊരു ചുറ്റുവരാന്ത ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ പൗരസ്ത്യ ദേവാലയങ്ങളും ഒരു ചുറ്റുവരാന്തയാൽ കെട്ടപ്പെട്ടിരുന്ന ഒരു അല്ലെങ്കിൽ ദേവാലയം എന്ന് പറയുന്നത് നമുക്കറിയാലോ, അതിവിശുദ്ധ സ്ഥലമാണ്. ഹോളി ഓഫ് ഹോളിനെസ് എന്ന് പറയുന്നത്, അതായത് ദൈവം വസിക്കുന്ന, ബലിയർപ്പിക്കുന്ന സ്ഥലമാണ്. നമുക്ക് കാണാൻ വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പം ആ ഒരു ചിന്തയിൽ നിന്നാണ് ഭംഗിയുള്ളൊരു ദേവാലയം, പുതിയതല്ലാത്തതും എന്നാൽ നവീകരിക്കപ്പെടുന്നതുമായ ഭംഗിയുള്ള ദേവാലയം നമുക്ക് ആവശ്യമാണ്. വളരെ ചെലവ് ചുരുക്കി നമുക്ക് ഈ കാലഘട്ടത്തിൽ അധികം ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ചെയ്യണം. വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്യണമെന്ന് അത് ദൈവാനുഗ്രഹത്താൽ വളരെ നന്നായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളത് പാതുവ ഇടവക സമൂഹത്തിൻ്റെ ഒരു വലിയ
സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. അതെ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇതാണ്. വിശുദ്ധ കുരിശും വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പുമാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ നമ്മുടെ ഇടവയ്ക്ക് ലഭിച്ച വലിയൊരു സമ്മാനമായിരുന്നു വിശുദ്ധ കുരിശ്. എല്ലാ വെള്ളിയാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ കുരിശിനോടുള്ള പ്രാർത്ഥനയും സ്ലീവ വണക്കവും ഉണ്ട്. ദേവാലയത്തിൻ്റെ കുദാശയോടനുബന്ധിച്ച് നമുക്ക് കിട്ടിയ വലിയൊരു സമ്മാനമാണ് വിശുദ്ധ അന്തോനീസിൻ്റെ തിരുശേഷിപ്പ്. അത് ഈ പള്ളിയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 6:30 വിശുദ്ധ കുർബാനയും നൊവേനയും, അതേ തുടർന്ന് വൈകുന്നേരം 5 മണിക്ക് വിശുദ്ധ കുർബാനയും നൊവേനയും ആരാധനയും നടത്തപ്പെടുകയാണ് എല്ലാ ദിവസവും, എല്ലാ ചൊവ്വാഴ്ചയും ഈ ദേവാലയത്തിൽ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു ദേവാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധ മധുബഹയാണ്. പാദുവ പള്ളിയുടെ പരിശുദ്ധ മധുബഹയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മുടെ സഭയുടെ തനിമയും പാരമ്പര്യവും വിശ്വാസവും അനുസരിച്ച് നമ്മൾ അൾത്താരയിൽ എപ്പോഴും വയ്ക്കേണ്ടത് ഐക്കൺസാണ്. അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടാണ് നമ്മുടെ അൾത്താര ഐക്കൺ കൊണ്ട് നമ്മൾ നിറച്ചിരിക്കുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മധ്യത്തിലിരിക്കുന്നത് സ്ലീവ, അതിൻ്റെ മുകളിലായിട്ടിരിക്കുന്നത് ഈശോയുടെ ഐക്കൺ, അതിൻ്റെ ഏറ്റവും മുകളിൽ വച്ചിരിക്കുന്നത് യഹ് എന്ന ഒരു വാക്കാണ്. അത് വൺ യൂണിവേഴ്സൽ ഗോഡ് എന്നർത്ഥം വരുന്നൊരു വാക്കാണത്. ആ 3 കുത്തുകൾ പരിശുദ്ധ ത്രിത്വത്തെ സൂചിപ്പിക്കുകയാണ്. സുവിശേഷകരാണ് ഈ സൈഡിൽ വച്ചിരിക്കുന്ന 4 ഐക്കൺസ്. അങ്ങനെ ഏറ്റവും പരിശുദ്ധമായിട്ട് നമ്മുടെ സഭയുടെ പാരമ്പര്യമനുസരിച്ച് വളരെ കൃത്യതയോടെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഒരു അൾത്താരയാണിത്. അത് വളരെ നന്നായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചത് ദൈവകൃപയാലാണെന്ന് മനസ്സിലാക്കുകയാണ്. നമ്മുടെ ദേവാലയത്തിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യമാണല്ലോ ഈ വേ ഓഫ് ദി ക്രോസ്. 14 സ്ഥലങ്ങൾ മനോഹരമായിട്ട് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. അത് കേവലം ഒരു പടം വെച്ചിരിക്കുന്നതല്ല, അത് മനുഷ്യ നിർമ്മിതമാണ്, കൊത്തിയിരിക്കുന്നതാണ്. വളരെ ഭംഗിയോടെ കലാകാരനത് രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ശബ്ദം, പ്രാർത്ഥനകൾ. അതെല്ലാവർക്കും നന്നായിട്ട് കേൾക്കുക എന്നുള്ളത്. അതിനു വേണ്ട എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും നമ്മുടെ പള്ളിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അക്വസ്റ്റിക് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല സൗണ്ട് സിസ്റ്റം ക്രമീകരിച്ചിട്ടുണ്ട്. ദേവാലയത്തിലെ പ്രാർത്ഥനകളും ഗീതങ്ങളും എല്ലാവർക്കും പാടാവുന്ന വിധത്തിൽ, അരോചകമല്ലാത്ത വിധത്തിൽ നല്ല ശബ്ദം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യവും അതിന് പിന്നിലുണ്ട്. അപ്പോൾ പാതുവായിലെ വിശുദ്ധ അന്തോനീസിന്റെ നാമത്തിലുള്ള ഈ മനോഹരമായ ദേവാലയത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ്. വിശുദ്ധ അന്തോനീസിന്റെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോനീസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇന്നത്തെ ഈ വീഡിയോ പൂർണ്ണമാവുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ ബൈ.